മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണം എന്ന് പറയുന്ന സംഗതി നമ്മുടെ മുന്നിൽ നമ്മൾ മരിക്കുക എന്ന് പോലും അറിയാത്ത രീതിയിലാണ് കടന്നു വരിക. മരണം എന്ന് വെച്ചാൽ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു യാത്ര ചെയ്യാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമ്മളുടെ കൈയും കാലും മുടിയും എന്നുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെയാണ് നമ്മളറിയാതെ ക്ഷണിക്കപ്പെടാത്ത അതിഥി കടന്നു വരും. അതാണ് മരണം എന്നുള്ളത്. പലപ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക, അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക. മരിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പം മരിക്കുക എന്ന് പറഞ്ഞാൽ ബേജാറാവാത്ത ഒരാളുമില്ല. നമ്മളങ്ങനെ പറയും, മരിക്കും, മരണം വരും. ഇതൊക്കെ പറയുന്ന ആൾക്കാർ ഈ ഉപദേശിച്ച് കൊടുക്കുന്ന ആൾക്കാരാവും മറ്റുള്ളവൻ്റെ തോൽവി കാണാൻ വേണ്ടി സിഹർ ചെയ്യുന്നത്. ചില ആളുകളുണ്ട് 5 ഭാഗത്ത് പള്ളിയിലൊക്കെ പോകും. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. 5 ഭാഗത്ത് പള്ളിയിലൊക്കെ പോകും. മറ്റുള്ളവൻ്റെ തോൽവി കാണാൻ വേണ്ടിയിട്ട് കള്ളി കണ്ട ദുർമന്ത്രവാദികളുടെ അടുക്കിലേക്ക് പോയിട്ട് ആഭിചാരം നടത്തിയിട്ട് അവരെ സ്വത്തും മുതലും അവർക്ക് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വിധത്തിലുള്ള അവരെ പ്രയാസപ്പെടുത്താൻ പറ്റുമോ അതുപോലെ പ്രയാസപ്പെടുത്തിയിട്ട് അവരുടെ സ്ഥലം കൈക്കലാക്കി അവർക്ക് മാറാരോഗം കൊടുത്ത് കട്ടിലിമേൽ നീക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ആക്കി കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് നമ്മൾ ചിന്തിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രായം കുറഞ്ഞു വരില്ല, കൂടി വരിക. ഇപ്പോൾ പ്രസവിച്ച ഉടനെ കുട്ടികൾ മരിച്ചു പോകണില്ലേ? എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കാമെന്നറിയില്ല. നമ്മളിങ്ങനെ 4 ആളുകളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആയി എന്നുള്ളൊരു തോന്നൽ വന്നാൽ മറ്റുള്ളവരുടെ മേലെ കുതിര കയറാൻ നിൽക്കും. ആ കുതിര കയറുന്നത് അത്ര നല്ലതൊന്നുമില്ല. ഒരാളുടെ മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ ആ മനസ്സ് വേദനിക്കുന്നത് അയാൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാളൊരു കുറ്റക്കാരനല്ല. 4 ആളുകളുടെ ഇടയിൽ അയാൾ ആ വേദനയോട് കൂടിയിട്ട് കണ്ണീര് അയാളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി ഒഴുകിയിട്ടുണ്ടെങ്കിൽ അവസാനം ആ കണ്ണുനീരിൻ്റെ ആ ഒരു വേദനയുടെ പ്രയാസത്തിൻ്റെ നോവ് അയാൾ അറിഞ്ഞിട്ട് അയാളത് അത്രത്തോളം ആഴത്തിൽ അയാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, 4 ആളിടയിൽ ഒരാളെ ചീത്ത അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആ അപമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളിൽ വല്ലാതെ ഏറ്റിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ മക്കളില്ലാത്തത് കൊണ്ടാവാം, ചിലപ്പോൾ ജോലിയില്ലാത്തത് കൊണ്ടാവാം, ചിലപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങൾ ചൊല്ലിയാവാം, അല്ലെങ്കിൽ ഭാര്യ മറ്റുള്ളവൻ്റെ കൂടെ ഒളിച്ചോടിയവനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളാവാം. ഇതൊക്കെ വെച്ച് മറ്റുള്ളവനെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ആ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ച് വേദനിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അയാൾക്കറിയാം അതിൻ്റെ വേദന ഇത്രത്തോളം ഉണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഈ ജോലിയില്ലാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യുന്ന, വേദനിപ്പിക്കുന്നത്. അയാളുടെ അവസ്ഥ എന്താണെന്ന് ആരും തിരിച്ചറിയില്ല. അയാൾക്ക് ഇവർ ജോലി കൊടുക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരാളെ അങ്ങനെ അപമാനിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിച്ചിരിക്കും. നമ്മൾ മരിക്കുന്നതിന് മുന്നേ നമുക്ക് ആഞ്ഞടിച്ചിരിക്കും. അയാൾ എത്രത്തോളം നമ്മൾ പൊരുത്തം ചോദിച്ചാലും അയാളുടെ ഉള്ളിൽ ചില സന്ദർഭങ്ങളിൽ ഓരോ വേദനകൾ അയാൾ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച ഈ വേദന അയാളിലേക്ക് വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചടിച്ചിരിക്കും. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണത്തിൻ്റെ കാര്യം ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ മരണം എന്നുള്ളത് മരിക്കുന്നതിന് മുന്നേ തന്നെ മരിക്കുന്ന ആൾ പല ലക്ഷണങ്ങളും പല കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിട്ട് സംസാരിക്കും. മരണത്തെ സംബന്ധിച്ചിട്ട് ചില ആളുകൾ പെടുന്നതിനെ മരിച്ചു പോകും. ഇന്ന് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. നാളെ നമുക്ക് എന്താണെന്നറിയാം. നാളെ നമ്മുടെ ഡേ എന്താണ് അറിയില്ല. അള്ളാഹു നാളെ നമുക്ക് കണക്കാക്കിയിരിക്കുന്നത് എന്താണ്, ഇന്ന് കണക്കാക്കിയിരിക്കുന്നത് എന്താ, അത് കഴിഞ്ഞു പോയി ഇന്നത്തെ കാര്യം. പക്ഷെ നാളെ എന്താണ്? നാളെ നമ്മൾ പലയിടത്തേക്കും പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടാകും. പക്ഷെ അള്ളാഹു നാളെ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല. നമ്മളെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ആ വാക്കുകൾ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. പരമാവധി നമ്മളെ നാവിനെ കൺട്രോൾ ചെയ്യുക. ആ നാവ് കൊണ്ട് നമുക്ക് സലാത്ത് ദിക്റുകളൊക്കെ ചെല്ലാം. പക്ഷേ എന്തുണ്ട്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും നമുക്ക് പാടില്ല. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം എന്നുള്ളത്
ഒരു സത്യമാണ്. അത് ജനിച്ച ഒരിക്കലും മരണമുണ്ട്. പക്ഷെ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം നമസ്കാരങ്ങൾ, അതുപോലെ തന്നെ ദിക്ർ സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക. നമസ്കാരങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോവുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്. അസ്സലാമു അലൈക്കും.